അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് ചെയ്തു തീർക്കാനുള്ളതും ഉദ്ദേശങ്ങൾ നടക്കാനുള്ളതും തടസ്സങ്ങൾ കൊണ്ട് നേരിട്ടതും ഒക്കെ ആയ തടസ്സങ്ങളെല്ലാം കാറ്റിൽ പറത്തിയതുപോലെ തുറന്ന വഴി കാണിച്ചു തരുന്നതും എല്ലാ വിഷമങ്ങളും തീരുന്നതും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതും പ്രയാസങ്ങളെ നീക്കിത്തരുന്നതും ആയ ഈ ഒരു സലാത്ത് നിങ്ങളെല്ലാവരും തന്നെ ഈ ഷഹബാൻ മാസം നിങ്ങൾ 13 ആകുമ്പോഴേക്ക് ചൊല്ലി തീർക്കാൻ വേണ്ടി നിയ്യത്ത് വെക്കുക. ഷഹബാൻ മാസം 13 ആകുമ്പോഴേക്കും 14, 15 നമുക്ക് ബറാഅത്ത് രാവാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായി തന്നെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞു തരുന്ന ഈ സലാത്തും അതിൻ്റെ കൂടെ തന്നെ മുത്തുനബിൻ്റെ പേരിൽ ഒരു സൂറത്ത് ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ നടക്കാത്ത കാര്യങ്ങൾ, മുടങ്ങിപ്പോയ കാര്യങ്ങൾ, എന്തും കൊണ്ടും നമ്മൾ നിരാശയായിപ്പോയല്ലോ എന്ന കാര്യങ്ങൾ കൊണ്ട് എന്നൊക്കെ പലർക്കും പല മാതിരിയിലാണല്ലോ ഉണ്ടാകുക, പല വിധത്തിലാണല്ലോ ഉണ്ടാകുക നിരാശകൾ, പല കാര്യങ്ങൾ കൊണ്ടും വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ തന്നെ ഈ ഷഹബാൻ മാസത്തിൻ്റെ പോരിശ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാധിപ്പിച്ച് കിട്ടും. അത് ഞാൻ എന്നോട് അത്രയും ശക്തമായി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ എന്ത് തന്നെ നടക്കുന്നില്ല ഏതെല്ലാം നമ്മൾ ഓതി എന്നിട്ടൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക. നമ്മുടെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ട് അള്ളാഹുവേ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹ്, ഞാൻ എന്നിലേക്ക് പ്രായശ്ചിത്തം ചെയ്ത് ഞാൻ മടങ്ങിയിരിക്കുന്നു നാഥ, ഇനി ഞാനൊരു തെറ്റുകൊള്ളെ പോവുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നീ എനിക്കുണ്ട് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ വളരെയധികം പ്രയാസത്തിലാണ് അള്ളാഹ്, ഞാൻ ഇന്ന സലാത്ത്, ഞാൻ ഇന്ന സൂറത്ത് ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ അതിയാ ചെയ്ത് ഞാൻ മുത്തുനബിൻ്റെ പേരിലേക്ക് ഞാൻ നിയ്യത്ത് വെച്ച് ഓതുന്നുണ്ട് അള്ളാഹ്. അതിൻ്റെ ഹക്കജ ബർക്കത്ത് കൊണ്ട് നീ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ചു തരണേ നാഥ, എൻ്റെ ഉദ്ദേശങ്ങൾ നീ നടത്തി തരണേ അള്ളാഹ്, എൻ്റെ ആവശ്യങ്ങൾ നീ നിർവഹിച്ചു തരണേ അള്ളാഹ്. യാതൊരുവിധ തടസ്സങ്ങളോ ഷെഹറുകളോ ഇല്ലാതെ തന്നെ, കണ്ണേറോ അസൂയയിലോ ഒന്നും തന്നെ പെടാതെ തന്നെ അള്ളാഹുവേ നീ ഞങ്ങളുടെ കാര്യങ്ങൾ നേർവഴിയിലാക്കി നടത്തി കിട്ടാനുള്ള അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ അള്ളാഹ് എന്ന് പറയുക. അതുപോലെ തന്നെ എന്നിട്ട് നിയ്യത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ സംസാരിക്കാതെയാണ് എല്ലാ സലാത്തുകളും ഖുർആൻ പാരായണം ചെയ്യുന്നതും ഒക്കെ തന്നെ നിയ്യത്ത് വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് സംസാരിക്കരുത്. ഫോണുകളൊന്നും വരുന്ന ഫോണുകളൊന്നും അന്നേരം എടുക്കരുത്. അപ്പോൾ ആ ഓത്തങ്ങ് മുറിഞ്ഞു പോവും. നമ്മൾ നിയ്യത്ത് വെച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് മുറിഞ്ഞു പോവും, പിന്നെ അതിനെക്കൊണ്ടൊരു ഫലം നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര തന്നെ ഓതിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നിനും ഒരു ഫലം കാണുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ ഇതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് വീഡിയോകൾ നിങ്ങളിലേക്ക് ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ശബ്ദത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇന്ന് പ്രവാസത്തിലോട്ടാന്നുള്ളത് ഇന്ന് പുറത്ത് പോയിട്ടുണ്ട്, അതിന് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോകളാണ്. ആ വീഡിയോ എല്ലാവരും കണ്ടു കേട്ടാ. നമുക്ക് അബുദാബിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാകുക. അപ്പോൾ അതുവഴി തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലേക്ക് വന്നെത്തുകയും ചെയ്യും. അപ്പോൾ അത് എല്ലാം തന്നെ നമ്മൾ തക്കതായ സമയത്ത് അള്ളാഹുവിൻ്റെ നല്ല അനുഗ്രഹങ്ങൾക്കും നല്ല വഴിയിലേക്കും നമ്മളെ എത്തിക്കാനുള്ള മറക്കത്തിൽ നേമത്തിൽ അള്ളാഹു നമുക്ക് അറിയാതെ തന്നെ വഴി അള്ളാഹു തുറന്നു തരും അല്ലേ. നമുക്ക് ഐശ്വര്യം വന്നു ചേരും. അതൊക്കെയുള്ള വഴിയാണ് നന്മ ഒരാളിലേക്ക് എത്തിക്കൽ. നമ്മൾ ചെയ്യുന്ന നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കൊടുക്കുക. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ തന്നെ പറയുന്നുണ്ട്, വലിച്ചു നീട്ടി എന്തിനാ പറയുന്നത്, വലിച്ചു നീട്ടി തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൂടെ എന്ന്. തുടക്കത്തിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയുണ്ടാവും. പക്ഷെ അറിയില്ലാത്ത കുറേ ചെറുപ്പക്കാർ ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ നേർച്ച എന്താണോ നിയ്യത്ത് എന്താണോ എന്നൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് കൂടിയിട്ടുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തന്നെ
അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കാതെ നിൽക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നല്ലതായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നല്ലതായിട്ടുള്ള വഴി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന അത് നിങ്ങളായിട്ട് നിരുത്സാഹപ്പെടുത്തരുത്. അവർക്ക് അവരുടെ വിഷമങ്ങളും ടെൻഷനും മാറാനുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കൂടിയുള്ള വഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. തളർത്താൻ ഒരുപാട് ആളുണ്ടാവും, പക്ഷേ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴി മാത്രമേ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. സമാധാനം കിട്ടും, വിഷമിച്ചിരിക്കുന്നവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടും, ആത്മസംതൃപ്തി കിട്ടും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അവർക്കൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ആവശ്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, വിഷമങ്ങൾ തീർന്നിട്ടുണ്ടല്ലോ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹാരമായിട്ടുണ്ടല്ലോ, അവരുടെ ഇന്ന കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക, അത് വേറുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു മനസ്സ് വരുമ്പോൾ അവർ നിങ്ങളെപ്പോലെയുള്ളവർ അത് തളർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ക്ഷമ ഈമാനിൻ്റെ ഒരു ഭാഗമാണല്ലേ. ക്ഷമയുള്ളിടത്ത് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും വേണ്ട, എല്ലാം ഉണ്ട്. ഒരു വേദന വന്നാൽ തീർന്നു നമ്മുടെ കാര്യം അല്ലേ. എന്തുണ്ടായിട്ടും എന്താ കാര്യം? നമുക്കൊരു വേദനയോ വിഷമോ ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ സലാത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് നിയത്ത് വെക്കുന്നതിന് മുമ്പോടിയായിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളെ പ്രായശ്ചിത്ത അള്ളാഹുവിനോട് ചെയ്തുവല്ലോ അല്ലേ. ഇപ്പോൾ ഈ ബറാത്ത് മാസത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ഏത് നമസ്കരിക്കാത്ത ആളും ഏത് ഇബാദത്ത് ചെയ്യാത്തവരും ചെയ്യും. കാരണം നോമ്പിൻ്റെ ബഹുമാനമാണല്ലേ. ഷഅബാൻ മാസം തൊട്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. ഈബത്തും മുസീബത്തും നമീമത്തും പറയുന്നത് കുറക്കുക. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാലും ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാലും അത് മറന്നേക്കുക, മറ്റൊരാളിലേക്ക് എത്തിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങളും നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉള്ളതും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂല. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ അറിയും അല്ലേ. നമ്മൾ വിശ്വസ്തയായ ആൾക്കാരോട് മാത്രം നമ്മുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ, അതിഭയങ്കരമായ ദുഃഖങ്ങൾ, കഠിനമായ വേദനകൾ നമുക്കുണ്ടെങ്കിൽ, മനസ്സിൻ്റെ വേദനകളുണ്ടെങ്കിൽ അത് വേറൊരാളോടും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും അതിൻ്റെ ഇടയിൽ കൂടി ഷെയർ ചെയ്യുന്നതിലൂടെ കൂടി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തി തരും. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ അള്ളാഹുവിലേക്ക് ഇരു കയ്യൊന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. ആദ്യം തന്നെ നിയ്യത്ത് ചെയ്യുമ്പോൾ ആദ്യം മുത്തുനബിൻ്റെ പേരിൽ 11 സൂറത്തുൽ ഫാത്തിഹ ഓതാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുക. ഇത് ഒരു ദിവസത്താണ് ഞാൻ പറയുന്നത് കേട്ടാ. ഈ ഓതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ ഓതേണ്ടത് ഒരു ദിവസം 127 തവണ. അത് നിങ്ങൾക്ക് ഏതെല്ലാം സമയമാണോ ചൊല്ലാൻ വേണ്ടി പറ്റുന്നത് ആ സമയത്തൊക്കെ എഴുതി വെച്ച് 127 തവണ ഒരു ദിവസം ചൊല്ലുക. ഒരു ദിവസം മാത്രമേ 11 സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം 11 സൂറത്തുൽ ഫാത്തിഹ. ബാക്കി ഈ 127 തവണ ഞാൻ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ സലാത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സമയം ഫർള് നമസ്കാരത്തിൻ്റെ സമയങ്ങളിലൊക്കെ തന്നെ ഒരു 5 മിനിറ്റ് നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ നിയത്ത് വെച്ച കാര്യങ്ങൾ ചൊല്ലി തീർക്കുക ഈ സലാത്ത് കേട്ടോ. നമ്മുടെ എന്ത് തന്നെ പ്രയാസപ്പെട്ട് എന്ത് മല പോലെ വരുന്ന ആപത്തുകൾ നമുക്ക് നീക്കിത്തരും. നമുക്ക് എങ്ങനെയും നടക്കുന്നില്ല എന്നുള്ള ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അറിയാതെ നടത്തിത്തരും. നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ആ കാര്യങ്ങൾ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് തരിക. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായി പോകും. അത്രയും നല്ല ശക്തി കൂടിയ ഈ സ്വലാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും മഹത്വമുള്ളത് കൊണ്ടാണ് അല്ലേ. നമുക്ക് പഠിക്കാനും നമ്മളതെപ്പോഴും തന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ചൊല്ലുന്നുണ്ടല്ലേ. അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നുണ്ട്, അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചൊല്ലുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിയ്യത്ത് വെച്ച് ചൊല്ലുക. ആ നിയ്യത്ത് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് നമുക്കതിന് പരിഹാരം തരിക. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. മുത്തുനബിൻ്റെ പേരിൽ 11 സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ നിയ്യത്ത് വെച്ച് ചൊല്ലുക.
ഈ ചൊല്ലുന്ന സമയത്തൊന്നും തന്നെ നമുക്ക് ഏതെല്ലാം സമയത്താണോ ചൊല്ലാൻ പറ്റുക ഈ സലാത്ത്, ആ സമയത്തൊന്നും തന്നെ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. ഓരോ സമയത്ത് ചൊല്ലുന്ന സലാത്തും എഴുതി വെക്കുക. എന്നിട്ട് ഒരു ദിവസം 127 തവണ എന്ന് എഴുതി വെക്കുക. ഇത് നമ്മൾ എത്ര ഷഅബാൻ മാസം തന്നെ നമ്മൾ 13-ാം തീയതിക്ക് മുമ്പായിട്ട് ബറാത്ത് 14-15 അപ്പോൾ അതിൻ്റെ 13-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ 13-ാം തീയതി ഫുള്ളായിട്ടും കേട്ടോ ആകുമ്പോഴേക്ക് നമ്മൾ ഓതി തീർത്തിക്കഴിഞ്ഞാൽ അത്രയും അത് നിങ്ങൾക്ക് 127 തവണ നിങ്ങളൊന്ന് ഒരു ദിവസം ഓതിയാൽ മതി. അതുപോലെ തന്നെ ഒരു ദിവസം മുത്തുനബിൻ്റെ പേരിൽ 11 സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ നിയത്ത് വെക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ, നമുക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഒരാഗ്രഹം. ആ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കാനുള്ള ഒരു ധൃതി ഉണ്ടാവും നമുക്ക്. പിന്നെ നടക്കില്ല എന്ന് കണ്ട മുടങ്ങിപ്പോയ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടും. ആ മുടക്കങ്ങൾ മാറിക്കിട്ടും. ഷെഹർ പോലത്തേതോ കണ്ണൂർ പോലത്തെയോ അസൂയ പോലത്തെയോ സംഭവങ്ങൾ വന്ന് എല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കരിയിച്ച് കളയുന്ന ഒരു സലാത്താണ് ഈ സലാത്ത്. ഈ സലാത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഷഅബാൻ മാസം 13 ആവുമ്പോൾ എല്ലാവരും ചൊല്ലിത്തീർക്കുക. നമ്മുടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരും. അത് ഒപ്പം തന്നെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കുമ്പോൾ നമ്മുടെ മുടങ്ങിപ്പോയ കാര്യങ്ങളും വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളും പ്രയാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അല്ലാഹു അതിന് പരിഹാരം നൽകും. നമുക്കെല്ലാ തുറന്ന വഴികൾ കാണിച്ചുതരും. ഹൈറായ പാതയിലും ഞാമത്തും ബർക്കത്തും ഞങ്ങളിലേക്ക് എത്തിച്ചേരും. ഹലായ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ വിലയേറിയ കമൻറ്റും എന്നിലേക്ക് കൂടി അറിയിക്കുക. പിന്നെ കുറച്ച് വീഡിയോ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക കേട്ടോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും അസ്സലാമു.